കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ ചൂടിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസും പിന്നിട്ട് മുന്നേറുകയാണ്. കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിലും ചൂട് റെക്കോർഡ് നിലയിലാണ്. ഇടുക്കിയും വയനാടും ഒഴികെ കേരളത്തിലെ മിക്ക ജില്ലകളിലും വരും ദിവസങ്ങളിലും കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇനി എന്തുകൊണ്ട് കൊച്ചിയിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു എന്ന് നോക്കാം. എറണാകുളം ഉൾപ്പെടെയുള്ള തീരദേശ ജില്ലകളിൽ താപനില 35 ഡിഗ്രിയിൽ താഴെയാണെങ്കിലും അസഹനീയമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇതിന് കാരണം അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പമാണ്. ഈ ഈർപ്പം വിയർപ്പ് ഉണങ്ങാൻ അനുവദിക്കാത്തതിനാൽ നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൂട് അഥവാ ഹീറ്റ് ഇൻഡെക്സ് 42 മുതൽ 48 ഡിഗ്രി വരെ ഉയരാം. ഇത് നിർജ്ജലീകരണത്തിലേക്കും സൂര്യാഘാതത്തിലേക്കും നയിച്ചേക്കാം. ജലപാനം, സമയക്രമം, വസ്ത്രധാരണം എന്നിവയാണ് ചൂടിനെ പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ. ദാഹം തോന്നിയില്ലെങ്കിലും ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും വെള്ളം കുടിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം, കരിക്കിൻ വെള്ളം, സംഭാരം എന്നിവ ശീലമാക്കണം. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയം വിശ്രമവേളയായി കണക്കാക്കണം. കുട്ടികളെയും പ്രായമായവരെയും ഈ സമയത്ത് നേരിട്ട് വെയിൽ ഏൽക്കാൻ അനുവദിക്കരുത്. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ നിർബന്ധമായും കരുതുക. അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി കടുത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ സർക്കാർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുക. തളർച്ചയോ മറ്റ് അസ്വസ്ഥതകളോ അനുഭവപ്പെട്ടാൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിച്ചും തണൽ തേടിയും ഈ വേനൽക്കാലത്തെ നമുക്ക് അതിജീവിക്കാം.